മയക്കുമരുന്ന് മഹാവിപത്ത് ഈ ദൗത്യം ലക്ഷ്യം വെച്ചുള്ള ജ്യോതിർഗമയ SKN40 രണ്ടാം ഘട്ടം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നമുക്കൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ അയലത്തുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ ഇത് കാണിക്കണം. കാര്യം ഇതിനകത്ത് പ്രസംഗങ്ങൾ മാത്രമല്ല, സബ്ജക്റ്റ് എക്സ്പെർട്ടുകൾ നയിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ഈ ലഹരിയുടെ ദുസ്വാധീനം വരാതിരിക്കാനുള്ള ചില എൻ്റർടൈൻമെൻറ്റുകൾ ഇതിൽ കാണിക്കും. അതുപോലെ നീന്തൽ പോലുള്ള ചില കാര്യങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യകതയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊപ്പം തന്നെ തുടരുക. വിജയകുമാർ, നമ്മൾ ഇനി എങ്ങോട്ട്? നമ്മൾ നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. അത് അവിടെ കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇടുക്കിയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂള് സ്ഥാപിതമായതിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുകയാണ്. പക്ഷേ ഇത്തവണ അവർ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലഹരി വിമുക്ത പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് വലിയ ആശ്വാസം, സന്തോഷം, അഭിമാനം നൽകുന്ന കാഴ്ചയാണ്. അതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആ നാടൊന്നാകെ ആ ലഹരി വിമുക്ത യജ്ഞത്തിൻ്റെ ഭാഗമായി അണിചേരുന്ന വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് ഇടുക്കിയിൽ കല്ലാറിൽ നിന്ന് വരുന്നത്. നമ്മൾ ആ കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല ഒരുക്കിയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരാട്ടം തുടങ്ങിയത്. ഒരു നാടിനെ ഒന്നാകെ അണിചേർത്തു. പ്രധാനമായും ഞങ്ങളുടെ സ്കൂളിന്റെ ലക്ഷ്യവും ഞങ്ങളുടെ വിമുക്തി ക്ലബിന്റെ ലഹരി വിരുദ്ധ വിമുക്തി ക്ലബിന്റെ ലക്ഷ്യവും എന്നത് പുതുതലമുറയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നൽകാം, ഇനി ലഹരിയുടെ വിപത്തുകളും അതുപോലെ തന്നെ അതിന്റെ സൈഡ് എഫക്ട്സും എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം. പേരിന് മാത്രമല്ല ഈ ലഹരിക്കെതിരായ പോരാട്ടം, അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. എല്ലാ വീടുകളിലേക്കും നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ചേർന്ന് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ആ വീടുകൾ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ അവിടെ പ്രത്യേക സ്റ്റിക്കർ പ്രചരണം, അതോടൊപ്പം തന്നെ പോസ്റ്റർ പ്രചരണം അടക്കം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. നമ്മുടെ സ്കൂളിൽ ഇതിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യഘട്ടമായി 2000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിൽ നേരിട്ടെത്തി ബോധവൽക്കരണം നടത്തും. ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വെച്ച് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു 6 അംഗ സമിതി നമുക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഹരി വിരുദ്ധത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സ്കൂളിൽ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയ്ക്ക് പട്ടം താണുള്ള കർഷകരെ കുടിയിരുത്തിയ പട്ടം കോളനിയിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ലഹരി എന്ന വിപത്തിനെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ജീവിതത്തിൽ തുടച്ചുമാറ്റാത്ത രീതിയിൽ ലഹരി കൂടുമ്പോൾ മനുഷ്യന് സുഖം കിട്ടും എന്ന രീതിയിൽ ചെറിയൊരു നേരത്തേക്കുള്ള സുഖത്തേക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിനായിട്ടാണ് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ എന്ന ഞങ്ങളുടെ സ്കൂളിലേക്ക് ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും 24 ചേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.